ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആദീസ് പൊന്നൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മുടെ അഡീനിയം പ്ലാന്റ്സുകളൊക്കെ ഗ്രാഫ്റ്റ് ചെയ്തതിന് ശേഷം സക്സസ് ആയില്ല എന്നുണ്ടെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. സാധാരണയായി ഞാൻ അഡീനിയം പ്ലാന്റ്സുകളെല്ലാം ഗ്രാഫ്റ്റ് ചെയ്തിരുന്ന സമയമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു ഡിസംബറൊക്കെ കഴിഞ്ഞ് ജനുവരിയൊക്കെ ആകുന്ന സമയത്തായിരുന്നു സാധാരണ ഗ്രാഫ്റ്റ് ചെയ്യുന്നത്. പെട്ടെന്ന് തന്നെയാണ് കേട്ടോ ഗ്രാഫ്റ്റിങ് ചെയ്ത പ്ലാന്റുകൾ വളരുന്നതും അതുപോലെ തന്നെ പൂക്കളൊക്കെ ഇടുന്നതും ഒക്കെ. എന്നിട്ട് ഇതൊക്കെ ഒരു 1.5 മാസത്തിനുള്ളിൽ തന്നെ ഞാൻ ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റുകളാണ്. പൂക്കളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ തന്നെ ഒരുപാട് തണ്ടുകളൊക്കെ വന്നതിന് ശേഷം അതിനകത്ത് നിറയെ പൂക്കളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാൻ എടുക്കുന്ന ഒരു സമയമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന മാസം എന്നൊന്നുമില്ല. നല്ല വെയിൽ കിട്ടുന്ന സമയങ്ങളിൽ നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാവുന്നതാണ്. എന്നാൽ ഇപ്രാവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒരു കുറച്ച് അഡീനിയം പ്ലാന്റ്സിലൊരു പരീക്ഷണം നടത്തിയതാണ്. അപ്പം നമ്മുടെ പ്ലാന്റ്സുകൾ നനയാത്ത സൈഡിലാണ് നിൽക്കുന്നതെങ്കിലും ഞാൻ ചെയ്ത് നോക്കിയതാണ്. കാരണം മഴയുള്ള സമയമാണിപ്പോൾ. അപ്പോൾ ഈ ഒരു മഴ സമയത്തും അഡീനിയം പ്ലാന്റ്സുകളൊക്കെ ഗ്രാഫ്റ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നൊരു അറിവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയത്. അപ്പോൾ ഇപ്പം ഞാൻ ചെയ്ത പ്ലാന്റുകൾ, അതായത് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്ന ആ ഒരു പ്ലാന്റുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മഴ സമയത്തും ഇടയ്ക്കൊക്കെ വെയിൽ കിട്ടുമായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു വെയിൽ സമയം നോക്കിയാണ് കേട്ടോ ഈ ഒരു പ്ലാന്റുകളൊക്കെ ഞാനൊന്ന് ഗ്രാഫ്റ്റ് ചെയ്ത് നോക്കിയത്. അപ്പോൾ ആ ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റുകളൊക്കെ ഒന്ന് കാണിക്കാവേ. അപ്പം മഴയ്ക്ക് മുന്നേ നമ്മൾ ഇതുപോലെ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗ്രാഫ്റ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതുപോലെ ഒരു വീഡിയോയിൽ അഡീനിയം പ്ലാന്റ്സിൻ്റെ ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഗ്രാഫ്റ്റിങ് നമ്മൾ മഴക്കാലത്ത് ചെയ്തില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഈ വെയിൽ സമയത്തൊക്കെ ആളുകൾ സെയിൽ നടത്തുന്നത് എന്ന്. സാധാരണയായിട്ട് ഞാൻ അഡീനിയം പ്ലാന്റ്സുകൾ ഇതുപോലെ മഴക്കാലത്തൊന്നും ഗ്രാഫ്റ്റ് ചെയ്യാറില്ലായിരുന്നു. അപ്പോൾ ഒരു പരീക്ഷണം ആവട്ടെ എന്ന് വിചാരിച്ചാണ് കേട്ടോ ഇങ്ങനെ വെച്ചത്. 9 ഗ്രാഫ്റ്റിംഗ് ആയിരുന്നു കേട്ടോ ഞാൻ നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഇത്രയും പ്ലാന്റ് ഇതിനകത്ത് മൾട്ടി ഗ്രാഫ്റ്റഡ് ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിനകത്തൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. ആദ്യം എന്തെങ്കിലും ഒരു കേട് വരുവാണെങ്കിൽ ഈ ഒരു രീതിയിലാണ് കേട്ടോ കളർ വ്യത്യാസം വരുന്നത്. എന്നാലും ഈ ഒരു പ്ലാന്റ് വലിയ കുഴപ്പമില്ല എന്ന് തോന്നുന്നു. പക്ഷെ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തതിൽ ഒരു 3 പ്ലാന്റുകൾ നശിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ എന്താണ് കാരണമെന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് ഞാൻ നല്ല രീതിയിൽ തന്നെയാണ് ഗ്രാഫ്റ്റ് ചെയ്തത്. അപ്പോൾ ഒരു 3-4 ദിവസം ആകുമ്പോൾ നമുക്ക് അറിയാനായിട്ട് പറ്റും ഈ ഗ്രാഫ്റ്റ് ചെയ്തത് സക്സസ് ആയോ ഇല്ലയോ എന്ന്. ഇതുപോലെ ഒരു കളർ വ്യത്യാസം വന്നതിന് ശേഷമാണ് കേട്ടോ പിന്നീട് ഇങ്ങനെ ആവുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് സക്സസ് ആയിട്ടുണ്ടോ എന്നുള്ളത് എനിക്കിപ്പോൾ ഉറപ്പില്ല. ഈ ഈർപ്പം നിലനിൽക്കുന്നത് കൊണ്ടാണോ എന്നും എനിക്കറിയത്തില്ല. എന്തായാലും വെള്ളം നനയാതെ ഞാൻ ഇതുപോലെ സിറ്റ് ഔട്ടിലാണ് കേട്ടോ വെച്ചേക്കുന്നത്. അപ്പോൾ അവിടെ വെച്ചാണ് ചെയ്തതെങ്കിലും ഇത് സക്സസ് ആയിട്ടില്ലായിരുന്നു. അപ്പം അതിനെപ്പറ്റി അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു തന്നാൽ ഉപകാരമായിരുന്നു. അപ്പം നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തത് സക്സസ് ആയില്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ചീഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കമ്പ് നമ്മൾ പെട്ടെന്ന് തന്നെ എടുത്ത് മാറ്റണം. അപ്പം ഞാനിത് മാറ്റാനായിട്ട് കുറച്ച് ദിവസം എടുത്തു കേട്ടോ. അപ്പം അത് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്ത് കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചാണ് അങ്ങനെ നിർത്തിയിരുന്നത്. അങ്ങനെ നിർത്തിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് എന്നാണ് കേട്ടോ ഈ കാണുന്നത്. ഇതാണ് ചീഞ്ഞു പോയത്. അപ്പം ഞാൻ ആ ഗ്രാഫ്റ്റ് ചെയ്ത ആ ഒരു തണ്ടിനകത്തൂടെയും വീണ്ടും ഫംഗൽ ഇൻഫെക്ഷനൊക്കെ ഉണ്ടായിട്ട് ചീഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ താഴ്ഭാഗം വെച്ച് കട്ട് ചെയ്ത് മാറ്റാം. കണ്ടോ, കട്ട് ചെയ്ത് കളഞ്ഞിട്ടും അതിൻ്റെ അടിയിലേക്ക് നല്ല രീതിയിൽ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒരുപാട് താമസിച്ചു പോയി. അപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചാണ് ഇങ്ങനെ വെച്ചിരുന്നത് തന്നെ. അപ്പോൾ ഇനിയും അതിൻ്റെ അടിയിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ അത്രയും കട്ട് ചെയ്ത് മാറ്റിയിട്ടും ആ ഒരു ഫംഗൽ ഇൻഫെക്ഷൻ അതിനകത്ത് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനതിവിടെ വെച്ചേക്കുകയാണെങ്കിൽ ഈ ഒരു പ്ലാന്റ് ഫുള്ള് പോകും കേട്ടോ. അത് കട്ട് ചെയ്യും തോറും ആ ഒരു ഇൻഫെക്ഷൻ പിന്നെയും ഉണ്ട്. അപ്പം നമ്മൾ ഇത് നല്ല രീതിയിൽ തന്നെ കട്ട് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പം നിങ്ങൾ നിങ്ങളുടെ പ്ലാന്റിലാണെങ്കിൽ ഇതുപോലെ ഉണ്ടാവുകയാണെങ്കിൽ, അതായത് ഗ്രാഫ്റ്റ് ചെയ്ത് സക്സസ് ആയില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഇത് മാറ്റി കൊടുത്തതിന് ശേഷം അത്രയും ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ. അല്ലെങ്കിൽ ആ ഒരു പ്ലാന്റ് ഫുള്ള് നിങ്ങൾക്ക് നശിച്ചു പോകുന്നതായിരിക്കും. ഇതിപ്പം ഫുള്ള് എനിക്ക് പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫംഗൽ ഇൻഫെക്ഷൻ താഴോട്ട് ഇറങ്ങിയിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ ആയിട്ടുണ്ട്. ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നിർത്തിയത് ഇപ്പോൾ പണിയായെന്ന് തോന്നുന്നു. ഇപ്പോൾ ചെറിയൊരു രീതിയിൽ കണ്ടോ ബ്ലാക്ക് കളർ കാണുന്നത്, അത് അത്രയും കാണുന്നെങ്കിലും നമ്മൾ അതും കൂടി കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ. അല്ലെങ്കിൽ
ആ ഒരു ഭാഗത്ത് നിന്ന് ചെറിയൊരു രീതി മതി. ഇത് ഫുള്ള് പോയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. എന്നാലും നമുക്കിവിടെ കൊണ്ട് നിർത്തിയിട്ട് ഇതിനകത്ത് സാഫ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ശരിയാവുകയാണെങ്കിൽ റെഡിയാക്കി എടുക്കാം, അല്ലെങ്കിൽ ഇവിടം വെച്ച് നമ്മൾ കട്ട് ചെയ്ത് മാറ്റേണ്ടി വരും, ഇവിടെ നിന്ന് ഇത്രയും ഭാഗവും. അപ്പോൾ ഇത് കുറേ ദിവസം കൂടി നിന്ന് കഴിഞ്ഞായിരുന്നെങ്കിൽ ഈ ഒരു ഭാഗത്തേക്ക് ഇറങ്ങി കോഡെക്സ് ഫുള്ള് പോയേനെ, ഈ ഒരു പ്ലാന്റ് ഫുള്ള് പോയേനെ ഞാൻ കുറച്ച് ദിവസം ഇവിടെ താമസിച്ചായിരുന്നെങ്കിൽ. അപ്പം നമുക്ക് മറ്റ് പ്ലാന്റും എങ്ങനെ ആയിട്ടുണ്ടെന്ന് നോക്കാവേ. ഇപ്പോൾ ദാണ്ടെ ഇതിൻ്റെ ദാണ്ടെ ഇതുപോലെ ചീഞ്ഞിട്ടുണ്ട്, അതിൻ്റെ താഴോട്ട് ഇച്ചിരി വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും കട്ട് ചെയ്ത് മാറ്റാം. ഇതും അതുപോലെ തന്നെയാണ് കേട്ടോ, നല്ല രീതിയിൽ താഴോട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇൻഫെക്ഷൻ. രണ്ട് ഈ ഒരു കളർ ആകുന്നത് വരെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ, അല്ലെങ്കിൽ അതിൽ ഫംഗൽ ഇൻഫെക്ഷൻ ആയിരിക്കും. അത് ചെറിയ രീതിയിലുണ്ടെങ്കിൽ തന്നെ ആ ഒരു തണ്ടിൽ നിന്ന് താഴേക്ക് ഇറങ്ങിയിട്ട് കോഡെക്സിലേക്ക് ബാധിക്കുകയും ആ ഒരു ഫുള്ള് പ്ലാന്റ് നശിച്ചു പോകാനായിട്ട് സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ ഗ്രാഫ്റ്റൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക, അത് സക്സസ് ആയില്ല എന്ന് കാണുകയാണെങ്കിൽ തന്നെ അത് ആ ഒരു ഭാഗം എടുത്ത് കട്ട് ചെയ്ത് മാറ്റേണ്ടതാണ്. ആ ഗ്രാഫ്റ്റ് ചെയ്ത ആ ഒരു തണ്ടും ആ ഒരു പ്ലാന്റിൽ നിന്ന് നീക്കം ചെയ്യുക. അതോടൊപ്പം തന്നെ അത് വെച്ചിരുന്ന അത്രയും ഭാഗം കുറച്ച് തണ്ട് ഈ ഒരു കളർ ആവുന്നിടം വരെ കട്ട് ചെയ്ത് മാറ്റേണ്ടതാണ്. ഇപ്പം നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത മറ്റൊരു പ്ലാന്റ് ഇതായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു ചീഞ്ഞ ഭാഗം ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് കണ്ട ഒരു ചെറിയ രീതിയിൽ അവിടെ ഒരു ഫംഗൽ ഇൻഫെക്ഷൻ കാണുന്നുണ്ട്. അപ്പോൾ കോഡെക്സ് ഇച്ചിരി മുകളിലായിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ അത് കട്ട് ചെയ്യുമ്പോൾ ആ ഒരു കോഡെക്സിന് ചലനം ഉണ്ടാവുന്നുണ്ട്. അത് ഞാനൊരു കയ്യിൽ ഫോൺ വെച്ചുകൊണ്ടാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ടാണ്. അപ്പോൾ ഞാനതൊന്ന് കട്ട് ചെയ്ത് മാറ്റിയാണ്. അത് മാറ്റിയതിന് ശേഷം സാഫാണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. സാഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻറ്റി ഫംഗിസൈഡാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അഡീനിയം പ്ലാന്റ്സിനൊക്കെ വരുമ്പോൾ ഇത് കുറച്ചൊന്ന് എടുത്തിട്ട് നമ്മളതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെയുള്ള ഫംഗൽ ഇൻഫെക്ഷനൊക്കെ ഉണ്ടാകുന്നതിന് ഒരു പരിഹാരമാണ് കേട്ടോ ഈ സാഫ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. സാഫ് ദാണ്ട് ഈ ഒരു കളറിലെ പൊടിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കളറിലെ പൊടി നമ്മൾ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി. ആൻറ്റി ഫംഗിസൈഡായിട്ടുള്ള കുറേ ഫംഗിസൈഡുകൾ നമുക്ക് വളങ്ങളൊക്കെ വാങ്ങിക്കുന്ന കടകളിലൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും. അപ്പം ഞാൻ അഡീനിയം പ്ലാന്റ്സിന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് സാഫാണ്. സാഫ് ഉപയോഗിക്കുന്നത് കൊണ്ട് ഒരുപാട് ഗുണങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്തെല്ലാം ഞാൻ പരട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഒന്ന് പരട്ടി കൊടുത്തതിന് ശേഷം കുറച്ച് ദിവസമൊക്കെ കഴിയുമ്പോൾ ചെറിയ രീതിയിൽ മുളകളൊക്കെ വന്നു തുടങ്ങും. പിന്നീട് നമുക്ക് വളപ്രയോഗങ്ങളൊക്കെ നടത്തുന്നതിലൂടെ നല്ല രീതിയിൽ തന്നെ വളർച്ചയൊക്കെ ഉണ്ടായി നല്ലൊരു പ്ലാന്റായിട്ട് ഇത് മാറും. അപ്പം നമുക്ക് വേണമെങ്കിൽ ഇച്ചിരി കൂടി അതൊക്കെ ഒരു വർഷമൊക്കെ കഴിയുമ്പോൾ തന്നെ വീണ്ടും ഗ്രാഫ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ കുറേ ചീഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഗ്രാഫ്റ്റ് ചെയ്തത് സക്സസ് ആവാത്തത് കൊണ്ട് ചെറിയൊരു വിഷമമുണ്ട്. അപ്പോൾ എന്നാലും കുറച്ച് പ്ലാന്റുകളൊക്കെ കുഴപ്പമില്ലാതെ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അതിനകത്ത് മുളകളൊന്നും വന്നിട്ടില്ല, എന്നാലും മുളകളായി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പം നിങ്ങളും ഇതുപോലെ തന്നെ ഗ്രാഫ്റ്റ് ചെയ്യുന്ന അഡീനിയം പ്ലാന്റ്സിൽ ഇതുപോലെ സക്സസ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു ഭാഗം എടുത്ത് മാറ്റണം കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു പ്ലാന്റിലേക്ക് തന്നെ ഫംഗൽ ഇൻഫെക്ഷനൊക്കെ ഉണ്ടാവുകയും ആ ഒരു പ്ലാന്റ് ഫുള്ളും നശിച്ചു പോകാനും സാധ്യത കൂടുതലാണ്. അപ്പോൾ ആദ്യമായിട്ടൊക്കെ അഡീനിയം പ്ലാന്റ്സുകളൊക്കെ വളർത്തുന്നവർക്ക് ഉപകാരപ്പെടുന്ന തരത്തിലുള്ള വീഡിയോസ് ആയിരിക്കും ഈ ഒരു ചാനലിലൂടെ ചെയ്യുന്നത്. അപ്പോൾ അഡീനിയം പ്ലാന്റ്സുകളൊക്കെ വളർത്തുന്നവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റായിട്ട് ഇടാനും മറക്കരുത്. അപ്പം ഇതിനു മുന്നേ ചെയ്തിട്ടുള്ള വീഡിയോ ഉപകാരപ്പെട്ടതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യണേ.